ദൈവനാമം മഹത്വപ്പെടട്ടെ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം 2 മുതൽ 4-ാം അധ്യായം 9 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ക്രിസ്തീയ രക്ഷാമാർഗത്തിന് പൗലോസിൻ്റെ മാതൃക എന്നതിൽ ജനനം മൂലമോ വിശ്വാസത്താലോ വിദ്യാഭ്യാസം കൊണ്ടോ സമൂഹത്തിൻ്റെ അംഗീകാരം മുഖാന്തരമോ ലോകത്തിൽ മനുഷ്യന് ലഭിച്ചിട്ടുള്ള ശ്രേഷ്ഠ ബഹുമാന അവസ്ഥകളിൽ അഹങ്കരിച്ച് മറ്റുള്ളവരുടെ ഇടയിൽ വൈരാഗ്യവും വിദ്വേഷവും വെറുപ്പും വളർത്തുന്നത് ഒഴിവാക്കാനുള്ള ഉപദേശമാണ് ഈ ഭാഗത്ത് അടങ്ങിയിരിക്കുന്നത്. ക്രിസ്തുയേശുവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന മഹത്വ രൂപാന്തരത്തെ ലക്ഷ്യമാക്കുവാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ നാം ലോകം നമുക്ക് നൽകുന്ന ബഹുമതികൾ വിലയില്ലാത്തതായി പുറന്തള്ളുവാനും പൗലോസ് ഇവിടെ ആഹ്വാനം ചെയ്യുന്നു. പരിച്ഛേദനക്കാരെ സൂക്ഷിക്കുക എന്ന 3:2-3 തിരുവചനങ്ങളുടെ ഭാഗത്ത് യേശുക്രിസ്തു പരിച്ഛേദന ഏറ്റിരുന്നത് കൊണ്ട് ക്രിസ്തു വിശ്വാസികളുടെ ഇടയിൽ പരിച്ഛേദന ഏറ്റിട്ടുള്ള യഹൂദ ക്രിസ്ത്യാനികളാണ് ശ്രേഷ്ഠരെന്നും മാമോദീസ ഏറ്റിരുന്നാലും പരിച്ഛേദനയില്ലാത്തവർ രക്ഷയ്ക്ക് കുറവുള്ളവരാണെന്നും യഹൂദ ക്രിസ്ത്യാനികൾ പറഞ്ഞു പരത്തിയിരുന്നു. ഗലാത്യ പ്രവിശ്യയിൽ ഇത് വളരെയധികം ദോഷം ചെയ്തു. പൗലോസ് ഇതിനെതിരായി ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം പ്രസംഗിച്ചിരുന്നതുകൊണ്ട് ഈ കൂട്ടർ അദ്ദേഹം സ്ഥാപിച്ച യഹൂദേതര ക്രിസ്ത്യാനികളുടെ സഭകളിലെല്ലാം നുഴഞ്ഞുകയറി കുഴപ്പങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഇവരെ നായ്ക്കളെന്നും ആകാത്ത വേലക്കാരെന്നും മുദ്രകുത്തിയാണ് ഫിലിപ്പിയർക്ക് പൗലോസ് പരിചയപ്പെടുത്തിയത്. ദൈവം അബ്രഹാമിനോട് ചെയ്ത ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദനാ കർമ്മം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ആവശ്യമില്ലെന്ന് AD 50 യെരൂശലേമിൽ കൂടിയ അപ്പോസ്തല സുന്നഹദോസ് തീരുമാനം ചെയ്ത് അറിയിച്ചിട്ടുള്ളതാണ്. അത് അപ്പോസ്തല പ്രവർത്തികൾ 15-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതെല്ലാം അറിഞ്ഞിരുന്നവരാണെങ്കിലും പൗലോസ് പഠിപ്പിച്ചതിൽ നിന്നും വ്യത്യസ്തമായി പുതിയതെന്തെങ്കിലും നൽകിയെങ്കിൽ മാത്രമേ ശ്രദ്ധിക്കപ്പെടുവാനും അംഗീകരിക്കപ്പെടുവാനും തദ്വാര സ്ഥാന ബഹുമാനങ്ങളും ആദായവും ലഭിക്കുവാനും സാധ്യതയുള്ളൂ എന്ന് കരുതി പ്രവർത്തിച്ചതിനാലായിരിക്കാം പൗലോസ് ഇവരെ ആകാത്ത വേലക്കാരെന്നും മുദ്രയിടുന്നത്. വിച്ഛേദനക്കാരെന്നും നായ്ക്കളെന്നും യഹൂദന്മാർ അന്യർക്ക് നൽകിയിരുന്ന അതേ പേരുകൾ പൗലോസ് ഇവർക്കും നൽകുകയാണ്. കോരിന്ത് ലേഖനത്തിലെയും റോമാലേഖനത്തിലെയും കർക്കശക്കാരനായ പൗലോസിനെ ഈ ലേഖനത്തിൽ നാം ഇവിടെ മാത്രം കാണുന്നു. പൗലോസ് അപ്പോസ്തലൻ ഈ ഭാഗത്ത് തരുന്നത് വെറുമൊരു ശാസനയല്ല, മറിച്ച് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആഴത്തിലുള്ള ഒരു മൂല്യനിർണയമാണ്. ലോകം നൽകുന്ന ബഹുമതികൾ, സ്ഥാനമാനങ്ങൾ, വംശീയമായ മേന്മകൾ, ബാഹ്യമായ ചടങ്ങുകൾ എന്നിവയൊന്നും ക്രിസ്തുവിലുള്ള രക്ഷയ്ക്ക് പകരമാവില്ല എന്ന് പൗലോസ് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. യഥാർത്ഥ ക്രിസ്തീയ രക്ഷാമാർഗമെന്നത് ബാഹ്യമായവയിലല്ല, ക്രിസ്തുവുമായുള്ള ആന്തരിക ബന്ധത്തിലാണ് കുടികൊള്ളുന്നത്. അഹങ്കാരത്തെയും വൈരാഗ്യത്തെയും വെടിഞ്ഞ് ക്രിസ്തുവിൻ്റെ താഴ്മയെ മാതൃകയാക്കി ജീവിക്കുവാനാണ് വിശ്വാസിയെ ഇവിടെ ക്ഷണിക്കുന്നത്. ദൈവം തന്ന വിശുദ്ധി സംരക്ഷിക്കുവാൻ തെറ്റായ പ്രബോധനങ്ങളോട് കണിശതയോടെ പ്രതികരിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ ഈ ലോകത്തിൻ്റെ താൽക്കാലികമായ ബഹുമതികളെ ചവറെന്നെണ്ണിക്കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ ഉയർപ്പിൻ്റെ ശക്തിയിൽ പങ്കാളികളാവുകയും അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപരാകുവാൻ നിരന്തരം പ്രയത്നിക്കുകയും ചെയ്യുന്ന ഒരു തീർത്ഥാടനമാകണം നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഈ ലോകത്തിൻ്റെ കെട്ടുകാഴ്ചകളിൽ കുടുങ്ങിപ്പോകാതെ നിത്യമായ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിൽ വളരുവാൻ ഈ ഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. അതിന് നമുക്കിടയാകട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.